നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന 4-ാം ദിവസവും ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ തുടരുകയാണ്. MLA-മാരുടെ നിലപാടറിഞ്ഞ് AICC നിരീക്ഷകർ മടങ്ങിയതോടെ ഡൽഹി കേന്ദ്രീകരിച്ചാണ് തുടർ ചർച്ചകൾ നടക്കുന്നത്. AICC നിരീക്ഷകരായ മുഗൾ വാസ്നിക്, അജയ് മക്കൻ എന്നിവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി സാഹചര്യം ധരിപ്പിക്കുമെന്ന് അർത്ഥം. ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടി എന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. ഘടകകക്ഷികളുടെ നിലപാട് സതീശന് ബലമാകുമ്പോൾ 20-ലേറെ MLA-മാരുടെ ഭൂരിപക്ഷം ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാകും. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് ലഭിച്ചിരിക്കുന്നത്. 48 പേരുടെ പിന്തുണയുണ്ട് എന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ അവകാശവാദം. 35 പേരുടെ പിന്തുണയുണ്ട് എന്ന് VD സതീശൻ പക്ഷവും 23 പേരുടെ പിന്തുണയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിഭാഗവും അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഞായറാഴ്ചയോടെ ഉണ്ടായേക്കുമെന്നാണ് നിലവിലെ വിവരം. AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനിരിക്കുകയാണ് സമ്മർദ്ദം ശക്തമാക്കുവാൻ KCയും VDയും RC വിഭാഗങ്ങളുടെ നീക്കം. എന്തായാലും MLA-മാരുടെ പിന്തുണ മാത്രമാകരുത് മാനദണ്ഡം എന്നാവശ്യപ്പെട്ട് 3 നേതാക്കളുടെയും അനുയായികൾ ഹൈക്കമാൻഡിന് മെയിൽ അയക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ച നീട്ടിക്കൊണ്ടു പോകാതെ ഉടൻ തീരുമാനം എടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. അതിന് ഫ്ലക്സ് യുദ്ധവും മുറുകുന്നുണ്ട്. എന്തായാലും KPCC ഓഫീസിന് മുന്നിൽ വെച്ച് KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയായിരുന്നു സംഭവം. പിന്നാലെ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ KPCC ഓഫീസ് പരിസരത്തെ KC അനുകൂല ബോർഡുകളെല്ലാം നീക്കം ചെയ്തിട്ടുമുണ്ട്. KPCC ഓഫീസിന് മുന്നിലെ KC വേണുഗോപാലിന്റെ ബോർഡിൽ കരിയോയിൽ പ്രയോഗം, തലസ്ഥാനത്ത് VD അനുകൂല ബോർഡുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KC അനുകൂല ബോർഡുകൾ ചേർന്നാണ് VDയുടെ ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെള്ളയമ്പലം ജംഗ്ഷനിലും VDയുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും ഉയർന്നു. നാച്ചുറൽ ചോയ്സ് എന്ന തലക്കെട്ടിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളിൽ MLA-മാരുടെ എണ്ണത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് KC പക്ഷം. എന്തായാലും ബഹുഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ എങ്ങനെ അവഗണിക്കുമെന്നാണ് KC പക്ഷത്തിന്റെ ചോദ്യം. VD അനുകൂല കമന്റുകളും പ്രകടനങ്ങളും PR ആണ് എന്നാണ് വ്യാപകമായ വിമർശനം. എന്നാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് തനിക്ക് അനുകൂലമായ ജനവികാരം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് അക്കാര്യം ബോധ്യപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശൻ ക്യാമ്പ്. എന്തായാലും ഘടകകക്ഷികളുടെ നിലപാടിലാണ് സതീശന്റെ പക്ഷത്തിന്റെ ഏക പ്രതീക്ഷ. ഹൈക്കമാൻഡിന്റെ ഭാഗമായ നേതാവിനെ പിന്തുണ കൂടുന്നതിന് സ്വാഭാവികമെന്നാണ് VD പക്ഷം. തെരഞ്ഞെടുപ്പ് വെറും സാങ്കേതികം ആകരുതെന്നും ഘടകകക്ഷി പിന്തുണയും പരിഗണിക്കണമെന്നാണ് VD പക്ഷം ആവശ്യപ്പെടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പദവി ഇല്ലെങ്കിൽ സതീശൻ ക്യാബിനറ്റിലേക്ക് ഇല്ല എന്ന തരത്തിലെ പ്രചരണം സജീവമാകുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ VD ക്യാബിനിൽ നിന്നും വ്യക്തത വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയും ആത്മവിശ്വാസം കൈവിടുന്നില്ല. സീനിയോറിറ്റി പരിഗണിക്കണമെന്ന പ്രതീക്ഷയിലാണ് RC പക്ഷം. അന്തിമ തീരുമാനത്തിനായി സംസ്ഥാനത്തെ സീനിയർ നേതാക്കളെ ഇന്നോ നാളെയോ ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിക്കും. അതേസമയം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്നാണ് മാത്യു കുഴൽനാടിന്റെ പ്രസ്താവനയിൽ ലീഗിൽ അമർഷം പുകയുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ പോരിൽ പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നത് അനാവശ്യമെന്നാണ് വികാരം. എന്തായാലും മാത്യു കുഴൽനാടിനെതിരെ KMCC നേതാവ് പുത്തൂർ റഹ്മാൻ രംഗത്തെത്തിയിരുന്നു. എന്തായാലും മുന്നണി രാഷ്ട്രീയം എന്നത് ഒറ്റകക്ഷി തീരുമാനം അല്ല എന്നും മധ്യപ്രദേശിലെ അനുഭവം കോൺഗ്രസ് ഓർക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.